അമ്മമാർക്ക് വീട് മരിച്ചാൽ മതിയായിരുന്നു, വീട്ടിലെ കാര്യം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇന്നത്തെ അമ്മമാർ അങ്ങനെയാണോ? ഞാനടക്കം എന്താ ചെയ്യണത്? അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. വീട്ടിലെ കാര്യം ഓടിപ്പടഞ്ഞ് നേരം വെളുപ്പിച്ച് 4 മണിക്കൊക്കെ എണീച്ച് സകല കാര്യങ്ങളും ചെയ്ത് ഓടിപ്പടഞ്ഞ് ഓഫീസിൽ പോകും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും, എവിടെയാ ജോലി വെച്ചാൽ അവിടേക്ക് ഓടിപ്പോകും അല്ലേ. വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ടാണ് പോകണം, അല്ലാണ്ട് എല്ലാം ഇട്ടെറിഞ്ഞിട്ടല്ല പോണത്. എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പോണത്. അതിന് നമ്മൾക്കൊരു ക്ലാപ്പ് കൊടുക്കണം അല്ലേ. അത്രയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് നമ്മൾക്ക് വിഷമാവും. എന്ന് വെച്ചാൽ ഓരോ കാര്യത്തിനും കുട്ടികളൊക്കെ നമ്മൾ അമ്മ എൻ്റെ അത് കാണുന്നില്ല, ഹസ്ബൻഡ് ആണെങ്കിലും എവിടെയാണോ എൻ്റെ ഷർട്ട് കാണുന്നില്ല, അത് കാണുന്നില്ല, ഇത് കാണുന്നില്ല, എല്ലാത്തിനും നമ്മളെ വിളിക്കും അല്ലേ. അപ്പൊ നമ്മൾ ആ ഓട്ടത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുമോ? ചെയ്യാണ്ട് പോവോ? ഇല്ല, അതും കൂടി ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പോവുക. അപ്പൊ അതാണ് നമ്മളുടെ ശ്രേഷ്ഠത. അത് നമ്മൾ തന്നെ അഭിമാനിക്കണം. അതിലൊരു സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനിക്കണം, അമ്മയായതിൽ അഭിമാനിക്കണം. പക്ഷെ ചില ആൾക്കാർ പ്രസവിച്ചാൽ മാത്രം അമ്മയാവില്ല. പ്രസവിച്ച അമ്മ ഇതുപോലുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കൊച്ചുങ്ങളെ നോക്കില്ല, അങ്ങനത്തെ അവരുടെ കടമകളൊന്നും ചെയ്യാത്തൊരു അമ്മയെ പ്രസവിച്ചാലും അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ചിലരുണ്ടാവും പ്രസവിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ കുട്ടീനെ വളർത്തുണ്ടാവും, അല്ലെങ്കിൽ വേറെ അനിയത്തിയുടെ കുട്ടീൻ്റെ കൂടെ അവരെ നോക്കണതാണ് ആ അമ്മയെ. ആ അമ്മ അമ്മ എന്ന് വിളിക്കാൻ അർഹതപ്പെട്ടവരാണ്. അവർ പ്രസവിച്ചില്ലെങ്കിലും കൂടെ അവർ അമ്മയാണ്. ആ എല്ലാ ക്വാളിറ്റീസും അവരിലുണ്ടെങ്കിൽ അവരമ്മ തന്നെയാണ്. നമുക്ക് അവർ ഉറച്ചു പറയാം അവരമ്മയാണ്. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതാണ് പ്രധാനമായിട്ട് പറയാൻ പോണത്. വെച്ചാൽ നമ്മളെ വീട്ടിൽ സന്ധ്യയ്ക്ക് നാമം ജപിക്കണം. സന്ധ്യാസമയം എന്ന് പറഞ്ഞാൽ അത്രയും നേരം സൂര്യന്റെ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നിറയെ എനർജിയാണ് നമുക്ക്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? ഊർജമാണ്. ആ ഊർജം നമുക്ക് പകല് മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുക. ആ ഊർജം സന്ധ്യ ആവുമ്പോൾ ഇത് പോയി അല്ലേ. പോയി കഴിയുമ്പോൾ പിന്നെ കുറച്ച് സമയം എടുക്കും. ചന്ദ്രൻ ചിലപ്പോൾ നേരത്തെ വരും, ചിലപ്പോൾ ഇത്തിരി വൈകും ചന്ദ്രൻ വരാൻ അല്ലേ. അപ്പോൾ അത്രയും നേരം നമുക്ക് കുറച്ച് സമയം ആ സന്ധ്യ മയങ്ങുന്ന നേരത്ത് കുറച്ചൊരു നെഗറ്റീവ് എനർജി, കുഴപ്പമില്ലല്ലോ നെഗറ്റീവ് എന്നൊക്കെ ഉപയോഗിച്ചാലല്ലേ, എല്ലാവർക്കും അറിയണ്ടാവും. അതുവരെ പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ഊർജ്ജം ഉണ്ടാകും. അപ്പം നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് ആ സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ പണ്ടത്തെ പഴമക്കാർ തുടങ്ങി, പണ്ട് നമ്മുടെ കാരണന്മാർ തുടങ്ങി സന്ധ്യാനാമം ജപിക്കണം. സന്ധ്യക്ക് നമ്മൾ നാമം ജപിക്കണം. അപ്പം അതിൻ്റെ ആദ്യം കുട്ടികൾക്ക് അറിയില്ലെന്നു, അവർ പറഞ്ഞു കൊടുക്കേണ്ട ആരാണ്? അമ്മമാരാണ്. അപ്പൊ സീരിയലിന്റെ പുറകെ പോകരുത് കേട്ടോ, ആരും പോകരുത്. ഇപ്പൊ ഉള്ള അമ്മമാരൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരാണ്. എന്തായാലും ഒരു ഡിഗ്രി പ്രീ ഡിഗ്രി